PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ട തീരുമാനം തിരുത്തുന്നതുവരെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല. 4 മന്ത്രിമാരും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമുണ്ടാവുകയാണ്. ഇത് വ്യക്തമാക്കി മുഖ്യമന്ത്രിക്കും LDF കൺവീനർക്കും നേതൃത്വം കത്ത് നൽകാൻ പോകുന്നു. 27 ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിലപാട് ചർച്ച ചെയ്യാൻ പോകുന്നു. ബിനോയ് വിശ്വത്തിന്റെ വാർത്താ സമ്മേളനം നിലപാട് വിശദീകരിച്ചുകൊണ്ട് വൈകിട്ട് 5 മണിക്കുണ്ടാകും. അതിനിടയിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിവാദങ്ങൾക്കിടയിൽ ഈ പരസ്യപോരിനിടയിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ടായിരുന്നു. അതിനുശേഷം MV ഗോവിന്ദൻ ഇത് അല്പസമയത്തിനകം 3:30 മാധ്യമങ്ങളെ കാണാൻ പോകുന്നു. എങ്ങനെയാണ് ഈ CPI ഉയർത്തുന്ന എതിർപ്പിനെ, CPI ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന കടുത്ത നിലപാടിനെ CPIM നോക്കിക്കാണുന്നത് എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ ഉത്തരമുണ്ടാകും. ബി ദിലീപ് കുമാർ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ദിലീപ്, നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ CPI നിലപാട് മറികടന്ന് ഏകപക്ഷീയമായി സർക്കാർ ഒരു തീരുമാനത്തിലേക്ക്, CPIM ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് ആദ്യമല്ല. ഇത് കേവലം മുന്നണിക്കകത്തെ ചെറിയൊരു തർക്കവുമല്ല, നയപരമായ വിഷയമാണ്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് CPIM സ്വീകരിച്ച നിലപാട് നമുക്ക് മുമ്പിലുണ്ട്. അതിനൊക്കെ ഇടയിൽ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു നയമാറ്റത്തിലേക്ക്, അപ്രതീക്ഷിത തീരുമാനത്തിലേക്ക് മുന്നണിയിലെ രണ്ടാം കക്ഷിയായ CPIയെ ചൊടിപ്പിച്ചുകൊണ്ട് CPIM കടന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ CPI എത്തി നിൽക്കുന്ന ഈ തീരുമാനത്തെ ഏതു തരത്തിലാണ് നോക്കിക്കാണേണ്ടത്? നേരത്തെയുള്ള സംഭവങ്ങൾ പോലെയല്ല, ഇതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത നിലപാടിലേക്ക് CPI നേതൃത്വം പോകുന്നു. ബി ദിലീപ് കുമാർ. റിജിത്ത്, PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടതിന് പിന്നാലെ ഇടതുമുന്നണിയിൽ ആകെ ആടിയുലയുകയാണ്. പ്രത്യേകിച്ച് LDFിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI സുപ്രധാനവും നിർണായകവുമായ ആ തീരുമാനം എടുത്തിരിക്കുകയാണ്. ഈ തീരുമാനം അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതുവരെ, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതുവരെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ തീരുമാനം, ഇന്നത്തെ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നതിനുള്ള സാധ്യത കുറവാണ്. കാരണം ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടി അംഗീകരിക്കേണ്ടതുണ്ട്. ഈ മാസം 27-ാം തീയതി പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനാചരണത്തിന്റെ സമാപനവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നുണ്ട്. ആ പുന്നപ്ര വയലാർ വാർഷികത്തിന്റെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല CPIയും CPIയും സംയുക്തമായാണ് ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ വാർഷിക പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒരുമിച്ചാണ്. ഈ പരിപാടിയിൽ അതിനുശേഷം ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അന്ന് അവിടെ വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച നടക്കുമോ, ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച നടക്കുമോ എന്നതൊക്കെ അറിയാനിരിക്കുന്നതേയുള്ളൂ. അടുത്ത മന്ത്രിസഭാ യോഗം ഇനി സാധാരണഗതിയിൽ ബുധനാഴ്ചയായതിനാൽ 29-ാം തീയതിയാണ് മന്ത്രിസഭാ യോഗം ചേരേണ്ടത്. അതുവരെ ഏതായാലും ഈ തീരുമാനം പരസ്യമാക്കേണ്ടതില്ല എന്ന നിലപാട് ഒരുപക്ഷെ CPI സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ തീരുമാനം മുഖ്യമന്ത്രിയെയും LDF കൺവീനറെയും ഔദ്യോഗികമായി അറിയിക്കാനും ഉള്ള തീരുമാനം CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൈക്കൊണ്ടിട്ടുണ്ടെന്നാണ് ഈ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്ത 24ന്റെ പൊളിറ്റിക്കൽ എഡിറ്റർ R ശ്രീജിത്ത് അറിയിച്ചിരിക്കുന്നത്. വളരെ നിർണായകമായ തീരുമാനം, സുപ്രധാനമായ തീരുമാനമാണ് CPIയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. 1978-ൽ അന്ന് കോൺഗ്രസ് പിന്തുണയോടുകൂടി PK വാസുദേവൻ നായരായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. CPIയുടെ ഭട്ടിണ്ട പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനപ്രകാരം കോൺഗ്രസുമായുള്ള സഖ്യം അവസാനിപ്പിച്ച് ഇടതു പാർട്ടികളുടെ കൂട്ടായ്മ എന്ന നിലയിലേക്ക് CPIയുമായി സഹകരിച്ചു പോകണം എന്ന നിലയിലേക്കുള്ള തീരുമാനമെടുത്തതിന് പിന്നാലെ PKV മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും കേരളത്തിൽ ഇടതുമുന്നണിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇടതുമുന്നണിയുടെ സ്ഥാപക പാർട്ടികളിലൊന്നായ CPI ആണ് ഇപ്പോൾ ഈ വിഷയത്തിൽ, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ CPIയുമായി ഇടഞ്ഞു നിൽക്കുന്നത്. നേരത്തെ പല സുപ്രധാന വിഷയങ്ങളിലും CPIയുടെ വാക്കുകൾ CPIM ചെവിക്കൊണ്ടില്ല എന്ന അഭിപ്രായം CPIക്കുണ്ട്, അവരുടെ പ്രവർത്തകർക്കുണ്ട്, നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട. നേരത്തെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെ പോലെയല്ല PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് അക്കാദമികമായ കാര്യമാണ്, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ടതില്ല എന്ന നിലപാടാണ് CPIയുടെ സംസ്ഥാന കൗൺസിൽ ഇന്നലെ ചർച്ച ചെയ്ത് അംഗീകരിച്ചിരുന്നത്. അതിൻ്റെ മഷി ഉണങ്ങും മുമ്പ് തന്നെയാണ്, CPI തീരുമാനത്തിൻ്റെ മഷി ഉണങ്ങും മുമ്പേ CPMന്റെ തീരുമാനം നടപ്പാക്കി PM ശ്രീ പദ്ധതിയിൽ
കേരളം ഒപ്പിട്ടു. കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ ഈ തീരുമാനത്തെ അഭിനന്ദിച്ചിരിക്കുന്നു. അങ്ങനെ കേരളം കേന്ദ്രത്തിൻ്റെ അതേ പാതയിലേക്ക് പോവുകയാണ്. കാവ്യവൽക്കരണത്തിനും RSS വൽക്കരണത്തിനുമാണ് ദേശീയ വിദ്യാഭ്യാസ നയം ഊന്നൽ നൽകുന്നത്. അതിനുവേണ്ടിയുള്ള പരിഷ്കരണ നടപടികളാണ് വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരാനിരിക്കുന്നത് എന്ന ആരോപണം നേരത്തെ CPIM-നുണ്ടായിരുന്നു. CPIക്ക് അത് നേരത്തെയുമുണ്ട്, ഇപ്പോഴുമുണ്ട്. ഏതായാലും ഈ വിവാദം ശക്തമാകുന്നതിനിടെ LDF ആണ് ആടിയുലയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി അധിക നാളുകളില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ CPI ഇപ്പോൾ ഒരു വലിയ ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ്. അതിനു മുമ്പൊരു വലിയ ബോംബ് പൊട്ടിയത് CPIM-ന്റെ ഭാഗത്താണ്. CPIയുടെ വാക്കുകൾ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. LDF-ൽ ചർച്ച ചെയ്തില്ല, മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തില്ല. തീരുമാനം ഏകപക്ഷീയമായി CPIM എടുത്തു എന്ന പരാതിയും എന്ന വിമർശനവും CPIക്കുണ്ട്. ഏതായാലും അതിൻ്റെ തുടർ ചലനങ്ങളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.